ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ ആ പെൺകൊച്ചിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ, യാത്ര തുടങ്ങി കാർത്തികയും കൂട്ടിക്കൊണ്ട്. കുറേ ദൂരെ എത്തിക്കഴിയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് ഓഫീസിലോട്ട് പോകണ്ട, നിങ്ങളുടെ ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് അതോർത്ത് പേടിക്കണ്ട, ഞാൻ വില കൂടിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്, ഇതുവരെ പ്രശ്നമൊന്നും ആരും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഞാനൊരു മെക്കാനിക് ആയതുകൊണ്ട് അങ്ങ് നന്നാക്കുകയും ചെയ്യും, അതുകൊണ്ട് ഇതുവരെ ഒരു മുതലാളിമാരും എനിക്കെതിരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഈ പെങ്കൊച്ച് പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം പോലെ, ചെന്നൈക്ക് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചെന്നൈക്കൊന്നും വന്നിട്ടില്ല, പണ്ടെങ്ങാനും ഇനി കുടുംബക്കാരോടെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രകാശൻ്റെ പണ്ടത്തെ ജീവിതമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം പ്രകാശൻ ഒരു പെങ്കൊച്ചുമായിട്ടിരിക്കുകയാണ്, പ്രകാശൻ്റെ ഭാര്യയാണ് കേട്ടോ പുള്ളിക്കാരി, ലക്ഷ്മി എന്ന പേര്. നമ്മുടെ ഭാനുമതി അമ്മയൊക്കെ ഉണ്ട്, പ്രകാശൻ്റെ അമ്മയുണ്ട്. ആ പെൺകൊച്ചിൻ്റെ വളകാപ്പാണ്. അപ്പോൾ വളകാപ്പിന് നാട്ടുകാരൊക്കെ വരുന്നുണ്ട്. അത് പണ്ടത്തെ ഏതോ ഭയങ്കര പ്രാചീനമായ സംസ്കാരമൊക്കെ ഉള്ള ഏതോ തമിഴ്നാട്ടിലെ ഒരു സ്ഥലമെങ്ങാണ്ടാണ് കേട്ടോ. അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ആദ്യത്തെ കൺമണി ആണായിരിക്കണം എന്നാ, അല്ലെങ്കിൽ കുലം ഒടിഞ്ഞു പോകുമെന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള വേറൊരു പുള്ളിക്കാരി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, പെൺകുഞ്ഞാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പെൺകുഞ്ഞായതുകൊണ്ടല്ലേ നിൻ്റെ കെട്ടിയോൻ നിന്നെ ഇട്ടേച്ച് പോയത് എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഭാനുമതിയമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, എന്തായാലും എൻ്റെ പ്രകാശന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങൾ മാത്രമായിരിക്കും, ഇരട്ടകളുണ്ടായാലും അത് ആൺകുഞ്ഞുങ്ങളായിരിക്കും എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന പ്രകാശൻ്റെ ഭാര്യ ലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ് കേട്ടോ. പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പം പെൺകുഞ്ഞാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് അങ്ങനൊന്നും അല്ല, ആൺകുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഈ പുള്ളിക്കാരിക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം പെൺകുഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നാട്ടിൽ പ്രശ്നമാകും എന്നൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം. പ്രകാശൻ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരുത്തവനുണ്ടല്ലോ ഈ നാട്ടിൽ, പെൺകുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങളും സമത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അവനിപ്പം കോടതിയിൽ നിന്ന് വിധി വരുന്നുണ്ട്, എന്തോ ഒരു പുള്ളിയുണ്ട് കേട്ടോ ആ നാട്ടിൽ. ആ പുള്ളിയെ പറ്റി ഇങ്ങനെ പ്രകാശൻ പറയുകയാണ്, അവനിപ്പം അവനനുകൂലമായിട്ടുള്ള വിധി വരും എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് എന്നൊക്കെ പറയാം. എന്നാലും പറയുകയാണ് എന്ത് വന്നാലും വേണ്ടിയല്ല, നമുക്ക് ആൺകുഞ്ഞ് മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പ്രകാശൻ്റെ അമ്മ അവിടെ ഒരു വൈറ്റാട്ടിനെ വിളിക്കും. എന്നിട്ട് പറയും വൈറ്റാട്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എന്തായാലും അവർ വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ വരുവാണ് കേട്ടോ. അവർ വരുമ്പോൾ കുറേ നാട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. പുള്ളിക്കാരി നോക്കിയിട്ട് ഒറ്റയടിക്ക് പറയുവാണ് കേട്ടോ ഇത് പെൺകുഞ്ഞാന്ന്. ഇത് കേൾക്കുന്ന പ്രകാശനും അമ്മയും ആ കൂടെ തളരുവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന നാട്ടുകാർ പറയുന്നുണ്ട് പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുലം മുടിയെന്ന് മാത്രമല്ല പെണ്ണ് പിഴച്ചതാണെങ്കിൽ മാത്രമേ പെൺകുഞ്ഞുണ്ടാവുള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ലക്ഷ്മിക്ക് ഭയങ്കര വിഷമമാവുകയാണ്. എന്നിട്ട് അവരിങ്ങനെ പരസ്പരം പറയുക ഇതൊരു നല്ല പെണ്ണാണെന്നാണ് നനച്ചത്, പക്ഷേ ഇതിങ്ങനെ പിഴച്ച പെണ്ണായതുകൊണ്ട് അവർക്ക് പെൺകുഞ്ഞുണ്ടാവുന്നതെന്നൊക്കെ പറയാം. ഇത് കേട്ടോണ്ടിരിക്കുന്ന വൈറ്റാട്ടി നമ്മുടെ പ്രകാശൻ്റെ അമ്മയോട് പറയുകയാണ് ഈ കുഞ്ഞിനെ ഇങ്ങ് ഒഴിവാക്കാൻ ഞാനൊരു പച്ചമരുന്ന് തരാം, ഈ അവസ്ഥയായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പക്ഷേ പ്രകാശൻ ലക്ഷ്മിയെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ലക്ഷ്മിയുടെ അടുത്ത് എന്ന് പറയുകയാണ് ഒരു മരുന്നുണ്ട്, അത് കഴിക്കാം, അല്ലെങ്കിൽ നാട്ടുകാർ നമ്മളെവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. അപ്പോൾ പ്രകാശൻ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ടോ, എടി എനിക്ക് പെൺകുഞ്ഞിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ നാട്ടിൽ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല, നമ്മൾ കുലം മുടിയും, നാട്ടുകാർ നിന്നെപ്പറ്റി എന്തൊക്കെ പറയും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ടും ലക്ഷ്മി പറയുവാണ് ഈ നാട്ടിലോട്ട് കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളൊരു വിധിയായത്, ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ട് ഞാൻ തീ തിന്നാണ് ജീവിക്കുന്നത്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് വരുന്ന ഭാനുമതി അമ്മ പ്രകാശനമ്മ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എടാ പ്രകാശ നീ ഇവളെ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല, ഒരു പെൺകുഞ്ഞെ ജനിക്കുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, ഇവർക്ക് എന്താ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിക്കാരി പറയാണ് എനിക്ക് പെൺകുഞ്ഞും ആൺകുഞ്ഞും ഒരുപോലെ തന്നെയാണ്, നിങ്ങൾക്കാണത് മനസ്സിലാവാതെ, പെണ്ണില്ലാതെ ആരും ഒരു പുരുഷനും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ, പെണ്ണുങ്ങളും വേണം, ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തും, ആരില്ലേലും ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലേലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും എന്ന് ലക്ഷ്മി തറപ്പിച്ച് കരഞ്ഞുകൊണ്ട് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന പ്രകാശൻ്റെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, പ്രകാശനും ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ടല്ലോ. പ്രകാശനും ദേഷ്യം വന്ന് ലക്ഷ്മിയുടെ അടുത്തോട്ട് എന്തോ പറയാൻ വേണ്ടി ചെല്ലുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.